ഇന്ന് ഹരി സാറിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി ഈ ഒരു മൂഡിൽ ഇനി അദ്ദേഹം വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് ഡേ സെക്ഷൻ അല്ലേ, ഇവിടെ ഒരു ഹാഫ് ഡേ സെക്ഷൻ ക്ലാസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അത് ഡേറ്റ് അറിയിക്കാം, നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഇന്ന് അദ്ദേഹം 2 വാക്ക് സംസാരിക്കുന്നു, അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കുന്നു. കാരണം നമ്മുടെ ക്ലിനിക്കിൽ അമ്മമാർക്കും കുട്ടികൾക്കും എന്നും അദ്ദേഹം വന്ന് അവിടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ കൊടുത്ത് അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് ഒരു ആദരവ് കൊടുക്കുകയാണ്. അവർ ചെറുതായിട്ടൊരു കൈയ്യടി കൊടുത്തേ. രണ്ട് വാക്ക് സാറ്. നമസ്കാരം. എന്തായാലും നിങ്ങൾ ഭാഗ്യമുള്ളവരാ, ഇന്നെ സഹിക്കേണ്ടി വന്നില്ലല്ലോ. എല്ലാവരും ഒന്ന് 2 കൈ പൊക്കിയേ. എല്ലാവരും ഉയർത്തു പ്ലീസ്. നിങ്ങൾ ഉയർത്തണം പ്ലീസ്. എല്ലാവരും ഒന്ന് കൈ ഉയർത്തിയേ, 2 കൈ എല്ലാവരും ഉയർത്തു പ്ലീസ്. എല്ലാവരും ഉയർത്തിയാ അന്ന് എന്നെ കൂടെ അനുഗ്രഹിക്കുക. നാളെ വിഷുവായിട്ട് ഞാൻ ഇതെങ്കിലും മേടിച്ചിട്ട് പോണ്ടേ. നമ്മളൊക്കെ ഹിന്ദു ഫാമിലിയിൽ ജനിച്ചിട്ടുള്ളവരല്ലേ? ആണല്ലോ. ശിവന്റെ കഴുത്തിൽ എന്തിനാ പാമ്പനിട്ടിരിക്കണേ? കേട്ടില്ല. ആർക്കും പറയാം, മുതിർന്നവർക്കും പ്രായം കുറഞ്ഞവർക്കും ഒക്കെ പറയാം. എന്തിനാ ശിവന്റെ കഴുത്തിൽ പാമ്പിനെ? നിങ്ങളുടെ കൊച്ചുമക്കൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ഉത്തരം ഇത് പഠിക്കുന്ന വിദേശികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ വിദേശ യൂണിവേഴ്സിറ്റികളിലുള്ളവർക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. നമ്മുടെ ഹിന്ദു ഫാമിലിയിൽ എത്ര പേർക്കറിയാം? ശിവന്റെ കഴുത്തിലെ പാമ്പിനെ വെച്ചിട്ടാണ് സാറ് ഹീലിംഗ് നടത്തണം. അറിയാവോ? അറിയില്ല അല്ലേ? അതിൻ്റെ സയൻസ് ഉണ്ട്. അതറിയണമെങ്കിൽ വരിക. നമ്മുടെ മക്കൾ 4 ചോദ്യം ചോദിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ? ഇതാണോ നമ്മൾ പഠിക്കേണ്ടത്? ഇന്ന് നമ്മുടെ പല പൈതൃകവും വിദേശ യൂണിവേഴ്സിറ്റിക്കാണ് പാറ്റന്റ്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പ്രായമുള്ള അച്ഛന്മാർ മുതൽ ചെറിയ കുട്ടികൾ വരെയുണ്ട്. ഒരൊറ്റ ചോദ്യത്തിൽ നമ്മുടെ എല്ലാം തീർന്നു. ഇത് ജാതിയും മതവും ഒന്നുമല്ല, പ്യുവർ സയൻസ് ആണ്. എത്ര പേർക്കറിയാം? അറിയില്ലല്ലോ. അറിയണോ? ശ്രീകൃഷ്ണൻ എന്തിന് 16,108 ഭാര്യമാര്? മക്കളൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ തീർന്നു. ഇത് അറിയണമെങ്കിൽ ക്വാണ്ടം ഫിസിക്സും പഠിക്കണം, ആയുർവേദവും പഠിക്കണം. അറിയണോ? സാറ് പറയുന്ന ഡേറ്റിൽ വരിക. നമുക്ക് എങ്ങനെയാണ് സാറ് ഹീൽ എന്ന് പറയാം. ഇവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ ഏതാണ്? ദേവിയാണ്. നേരത്തെ പറഞ്ഞ കഴുത്തിൽ പാമ്പനിട്ട് പോണ ആളുടെ ഭാര്യയാണിത് അല്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം? ഇതൊക്കെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ഇത് പഠിക്കുന്ന വിദേശ യൂണിവേഴ്സിറ്റികളിലെ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുമായി ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടുണ്ട്. ദേ ആർ ഫ്രം USA, ജർമ്മനി, ഇറ്റലി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് മാർവലസ് വിസ്ഡം. അമേരിക്കക്കാരൻ പറഞ്ഞാണേ. അതുകൊണ്ട് നമ്മുടെ കൊച്ചു മക്കളെ പഠിപ്പിക്കുക, അവരുടെ പഠനം എങ്ങനെ മാറ്റാൻ നമ്മൾ പറഞ്ഞുതരാം. സാറിന്റെ മോള് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറ് ഡോക്ടർ മാത്രമല്ല, അച്ഛൻ ഡോക്ടർ മാത്രമല്ല, എഞ്ചിനീയറും കൂടിയാണ് അല്ലേ? ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വിളിക്കാം. കാരണം ശരീരത്തിന്റെ മെക്കാനിസത്തിൽ വന്ന തടസ്സമാണ് അദ്ദേഹം ഒഴിഞ്ഞിട്ട് മാറ്റണത്. അപ്പോൾ അതിൽ ഡോക്ടറും ഉണ്ട്, എഞ്ചിനീയറും ഉണ്ട്, ഹീലറും ഉണ്ട്. 3 ഉണ്ട്. ട്രിനിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ട്രിനിറ്റി? ഒന്നും വിചാരിക്കരുത്. ഞാൻ കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്ന ആളാ. ഞാൻ ട്രെയിനർ അല്ല, ട്രെയിനിയാണ്, പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൈതൃകം ലോകം മുഴുവൻ പഠിക്കുമ്പോൾ സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക. എന്താ നിങ്ങൾ കാണാന്നറിയോ? ഇതാണ് സൂപ്പർ ബ്രെയിൻ യോഗ. അത് എവിടെ ചെയ്യുന്നതാ? അമ്പലത്തിൽ. ഇത് ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. ചെയ്യുന്ന എന്താന്ന് ഞാൻ കാണിക്കട്ടെ. കുതിരപ്പുറത്ത് പോക്കല്ല. ഇത് അമേരിക്കക്കാരനല്ല, ചൈനക്കാരനാ പാറ്റന്റ്. അപ്പൊ ഈ നാട്ടിൽ ജനിച്ചിട്ട് ഇതിന്റെ പൈതൃകം പഠിക്കുക, മക്കളെ പഠിപ്പിക്കുക. അത് പഠനവുമായി, ഹീലിംഗുമായി, പ്രപഞ്ചവുമായി ഒക്കെ ബന്ധമുള്ളതാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ സാറ് പറയുന്ന ഡേറ്റിൽ ഞാൻ വരും. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി. ഞാൻ നേരെയാവും. കാരണം എൻ്റെ ക്ലാസ് കൊണ്ട് ഞാൻ മാത്രമേ നേരെയാവുള്ളൂ. നിങ്ങൾ ആരെങ്കിലും നേരെയാവേണ്ടത് നിങ്ങളുടെ കഴിവാണ്. താങ്ക് യു വെരി മച്ച്. സാറിന് എന്തായാലും തീർച്ചയായിട്ടും ഇത് അറിവ് പകർത്തേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. ഒരു നല്ലൊരു കയ്യടി സാറിന് എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കാം. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. എന്തായാലും ഞാൻ ഈ വേദിയിലേക്ക് 2 പാട്ടുകളെയും പ്രിയപ്പെട്ട സംഗീത് സാറിൻ്റെ കുടുംബാംഗങ്ങൾ, ഇന്നത്തെ ഈ 10ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എത്രയും പ്രിയപ്പെട്ട മനോജ് സാറ്, ബീന മാഡം, സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിട്ടുള്ള എത്രയും പ്രിയപ്പെട്ട
കുടുംബാംഗങ്ങളെ, കൊച്ചുകുട്ടികളെ, വിശിഷ്ടാതിഥികളെ, കലാകാരന്മാരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും തുളുമ്പുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഡോക്ടർ സംഗീത് സാറിൻ്റെ സാൻവിയോ ഹോസ്പിറ്റലിൻ്റെ 10ാമത് വാർഷിക സമ്മേളനം ഇവിടെ ഈ നടത്തി വരുന്ന ഈ സാഹചര്യം നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷം ഉളവാക്കുന്ന വസ്തുതയാണ്. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ള ഏതാണ്ട് 90% അംഗങ്ങൾക്കും സംഗീത് സാറിൻ്റെ ആത്മീയ ഐശ്വര്യം, ദൈവിക അനുഗ്രഹം നിറഞ്ഞ ആ കൈസ്പർശം കൊണ്ട് പ്രത്യാശയിലേക്ക്, സന്തോഷത്തിലേക്ക്, യഥാർത്ഥ ജീവിതത്തിലേക്ക്, സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു വരുവാൻ അവസരം ഉണ്ടായിട്ടുള്ള അംഗങ്ങളാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. എത്രയും പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷമുണ്ടെന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഈ കുഞ്ഞു കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അത് കാണുന്നതിന് വേണ്ടിയിട്ട്, ആ സന്തോഷം നേരിട്ട് കണ്ട് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ദൂരം പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്ന് ഇവിടെ അല്പം വൈകിയായിട്ടാണെങ്കിലും ഞാൻ എത്തിയത്. ഏറെ സന്തോഷം സാറിന്, ബഹുമാനപ്പെട്ട സംഗീത് സാറിന് ഇനിയും ഇത്തരണത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ജന്മനാ തന്നെയുള്ളവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, അതുമാതിരി ഇടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, സെറിബ്രൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, ഇങ്ങനെ എല്ലാം പല രീതിയിലുള്ള ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അംഗങ്ങളുണ്ട്. ഇവർക്ക് ഇങ്ങനെയുള്ള എല്ലാവർക്കും സംഗീത് സാറിൻ്റെ ഈ കൈസ്പർശം മൂലം, ആത്മീയ ഐശ്വര്യവും ദൈവിക അനുഗ്രഹവും നിറഞ്ഞ ഈ കൈസ്പർശം മൂലം അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക്, യഥാർത്ഥ ജീവിതത്തിലേക്ക്, സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക്, പ്രത്യാശയിലേക്ക് തിരിച്ചു വരുവാൻ എല്ലാ രീതിയിലുള്ള കഴിവുകളും ജഗദീശ്വരൻ ആത്മാർത്ഥമായിട്ട് എത്രയും പ്രിയപ്പെട്ട എൻ്റെ സംഗീത് സാറിന് ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷത്തിൻ്റെയും, സന്തോഷം നിറഞ്ഞ വിഷുവിൻ്റെയും, ഇപ്പോൾ ഇന്ന് നടന്ന ഹോശാനയുടെയും ഈ ഒരാഴ്ച മിണ്ടുന്ന റംദാൻ പെരുന്നാളിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഈ സാൻവിയോ ഹോസ്പിറ്റലിനും ബഹുമാനപ്പെട്ട ഡോക്ടർ സംഗീത് സാറിനും എല്ലാ രീതിയിലുള്ള ദൈവിക അനുഗ്രഹവും നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരവം സീസൺ 2 എന്നുള്ള നമ്മുടെ ഈ മണലി ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ നടത്താനൊരു പരിപാടി തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടകനായിട്ട് ഒരു സെലിബ്രിറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേയൊക്കെ നടന്നു. പക്ഷേ തിലകമാഷും ഞാനും അജിയും കൂടിയാണ് പാലസ് ഹോസ്പിറ്റലിൽ, സംഗീതിൻ്റെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അദ്ദേഹം ക്യാബിനിലിരുന്ന് അപ്പോൾ തന്നെ പ്രശസ്തരും പ്രഗത്ഭരുമായ നിരവധി ആൾക്കാരുകളായിട്ട് സ്പീക്കർ ഫോണിലിട്ടിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഈ കേരളത്തിലും മറ്റുള്ള സ്ഥലങ്ങളിൽ എത്രയോ പ്രഗത്ഭന്മാരായ ആൾക്കാരുകളുടെ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ ഒരു പരിഗണനയും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സംഗീത്. അദ്ദേഹം ഈ നാടിൻ്റെ അഭിമാനമാണ്. എല്ലാവർക്കും നന്മ വരുത്താൻ വേണ്ടിയുള്ള കർമ്മ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മണലി ഭഗവതി ക്ഷേത്രത്തിലെ മാനേജിംഗ് കമ്മിറ്റി എന്നുള്ളൊരു അംഗമാണ്. ഇതിനു മുൻപ് ഇദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മണലി ഭഗവതി ഒരു ചെറിയ കൊട്ടലിലിരിക്കുമ്പോൾ ആ മണലി ഭഗവതിക്ക് ഒരു ആലയം ഉണ്ടാക്കാനും ഒരു ക്ഷേത്രം ഉണ്ടാക്കാനും കഠിന പ്രയത്നം ചെയ്ത വ്യക്തി കൂടിയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ മണലി ഭഗവതിയുടെ അഭേദ്യമായ ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ലോക പ്രശസ്തൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ അദ്ദേഹത്തിന് വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ അനുഭവസ്ഥരായ ഒരുപാട് ആൾക്കാരുകൾ, അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റ് കുട്ടികൾ, നമുക്ക് ഹൃദയഭേദകമായ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ പോയാൽ നമുക്ക് കഴിയും. നമുക്കൊക്കെ നമ്മൾ ആ സ്ഥിതിയിലായി കിട്ടി ആണെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആശ്വാസത്തിൻ്റെ കൈത്താങ്ങായി ഒരു കൈ കൊണ്ടാണ് അദ്ദേഹം ഈ ചികിത്സ ചെയ്യുന്നത്. മരുന്നുകളില്ലാതെ അദ്ദേഹത്തിന് കിട്ടിയ ദിവ്യമായ പരമമായ അനുഗ്രഹം ദീർഘകാലം ഐശ്വര്യത്തോടുകൂടി ഈ നാടിനും ഗുണമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഞാൻ ഈ ഗ്രൗണ്ടിലാണ് കളിച്ച് നടന്നതൊക്കെ. അന്ന് ആ സമയത്ത് നമ്മുടെ
ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് സംഗീത് ചേട്ടൻ ഓടി നടക്കണമൊക്കെ നമുക്കറിയാം. പിന്നെ അവിടുന്ന് ഇപ്പോൾ സംഗീത് സാറ് ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മാതാപിതാക്കൾക്ക് അവരുടെ മനസ്സിലൊരു ദൈവത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ 10ാം വയസ്സിലേക്ക് കടക്കുന്ന നമ്മുടെ സാൻവിയോയ്ക്ക് അതുപോലെ സംഗീത് സാറിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹാപ്പി വിഷു. താങ്ക് യു. ഇവിടെ നമ്മൾ ഈ ഇപ്പം പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. നമുക്കറിയാം ഇവിടെ ദേവാലയങ്ങൾ ഏതായാലും നമുക്ക് ദേവാലയം ഉണ്ടായി വരുന്നത് ആ നാടിന് ഐശ്വര്യം ഉണ്ടാവും. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക കഴിവിലും ഒരു കൂട്ടായ്മയിലാണ് ഇന്നത് നല്ല രീതിയിൽ ക്ഷേത്രം പണി നടക്കുന്നത്. അതിലും നമ്മളെല്ലാവരും സഹകരിക്കണം. എൻ്റെ എല്ലാവിധ സഹകരണങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമുക്കറിയാം, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിലൂടെ ഒരു ഹാപ്പി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരം അറിയാണ്ട്. നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നുണ്ട്. നമ്മുടെ ഓവറായിട്ടുള്ള സ്ട്രെസ് ഹോർമോണാണ് പല രോഗങ്ങൾക്ക് അടിസ്ഥാന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഈ വിഷുവാണ് ഈ വർഷം. ഞാൻ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, എല്ലാവർക്കും ശരീരത്തിന് സുഖം, സമ്പത്ത്, സന്തോഷം, ഐശ്വര്യം, സ്നേഹം എല്ലാം കിട്ടുന്ന ഒരു നല്ല വർഷമായിട്ട് നമുക്ക് മാറണം. സാൻവിയോയുടെ 10ാമത് വാർഷികം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ, സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയുടെ മുന്നിൽ ഒരു അദൃശ്യ കൈകളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ തട്ടകത്ത് അമ്മയായ മണലിമുത്തിയുടേതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ മണലിമുത്തിയുടെ മുറ്റത്ത് തന്നെ ഈ വാർഷികം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷവന്മാരാണ് ഈ നാട്ടിലെ എല്ലാ ആളുകളും. ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ അമ്മയുടെയും ഈശ്വരൻ്റെയും അനുഗ്രഹം ധാരാളം ഉണ്ടാവട്ടെ എന്നും ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസമാകട്ടെ എന്നും അമ്മയോടും ജഗദീശ്വരനോടും പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും സൗഭാഗ്യങ്ങളും നൽകാൻ അമ്മയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്ന് ഈ പരിപാടി കാണാൻ സംഗീതം എന്നെ ആദ്യം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് എനിക്ക് വരാൻ തക്കക്കേട് വന്ന് എൻ്റെ സഹോദരൻ്റെ ഒരു മകൻ്റെ ഭാര്യ മരിച്ചു. അപ്പോൾ ഞാൻ വന്ന് പറയുകയും ചെയ്തു, ആ സമയത്ത് എനിക്ക് വരാൻ പറ്റും, ഞാൻ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞാൽ അവിടെ പരിപാടി കഴിഞ്ഞാൽ എത്താമെന്ന് പറഞ്ഞായിരുന്നു. ഭാഗ്യത്തിന് എത്താൻ സാധിച്ചു. ഈ ഒരു പരിപാടി എനിക്കിന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ വലിയൊരു നഷ്ടമായി എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ അത്ര നല്ലൊരു പരിപാടിയാണ്. അത് തന്നെയല്ല, ഇപ്പം 10ാം വർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ ആളുടെ ചികിത്സയെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 2 കൊല്ലം മുന്നേ ആളുടെ വീട്ടിൽ വന്ന് ആളായിട്ട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ ചികിത്സയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ കാലിൻ്റെ മുട്ടിനൊരു ഉളുക്ക് വരുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ കാല് ഒഴിഞ്ഞ് അങ്ങോട്ട് നടക്കും അങ്ങനെ. അപ്പം ആളെന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ഉളുക്കുന്നോടത്തല്ല ഒഴിയേണ്ടത് എന്ന് പറഞ്ഞ ആളെൻ്റെ കാലുമ്മ ഒരു 3 ഒഴിച്ചിൽ ഒഴിഞ്ഞു ഞരമ്പ് വഴിക്ക്. ശരിക്കും പറഞ്ഞാൽ 6 മാസത്തേക്ക് പിന്നെ എനിക്ക് ബാധ ഉണ്ടായിട്ടില്ല. 6 മാസത്തേക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, ഞാൻ മുട്ടുമ്മ ഉളുക്ക് വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അപ്പോൾ ആ ചികിത്സ. അപ്പോൾ അതുകൊണ്ട് ആൾ കുറേ മരുന്ന് ആൾക്കാരെ തീറ്റിപ്പിക്കുന്ന ചികിത്സ അല്ല ചെയ്യണേ, പ്രകൃതി ചികിത്സ ആയതുകൊണ്ട് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ആളുടെ ചികിത്സ വളരെ നന്നാവട്ടെ, ആൾ ഉയർച്ചയിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തന്നെയല്ല, ഞങ്ങൾ വയോജന ക്ലബ്ബ് രൂപീകരിച്ചിട്ട് 14 കൊല്ലമായി. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഞാൻ ഈ മാസത്തിൽ ഞങ്ങളുടെ യോഗത്തിൽ ഞങ്ങളുടെ മെമ്പർ ഒരു വിഷ്കൈനട്ടം തന്നു. ആ ആൾക്ക് ഞാൻ വളരെ സന്തോഷം പറഞ്ഞോളട്ടെ. കൂടാണ്ട് ഇങ്ങനെ ഞങ്ങൾ വയോജനങ്ങളെ ഒരു നല്ല നിലയിൽ ബഹുമാനിച്ചുകൊണ്ട് ഇപ്പോൾ സംഗീത ഡോക്ടർ എല്ലാവർക്കും ഒരു വിഷ്കൈനട്ടം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഡോക്ടറുടെ കുടുംബത്തും ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കുഞ്ഞിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി
കുട്ടിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി കെട്ടിലും വട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി കെട്ടിലും വട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി ആരു മനസ്സിലടി പൊന്നമ്മേ വേലയെറുക്കല്ലടി ആരു മനസ്സിലടി പൊന്നമ്മേ വേലയെറുക്കല്ലടി നേരം പൊക്കാണേലും പിന്നെ പിന്നെ കാര്യത്തിലാകുമടി നേരം പൊക്കാണേലും പിന്നെ പിന്നെ കാര്യത്തിലാകുമടി അച്ചരിയപ്പുട്ടന്റെ കൂടെ വന്ന ആനപ്പാനാണോ അച്ചരിയപ്പുട്ടന്റെ കൂടെ വന്ന ആനപ്പാനാണോ മീസയും കാരക്കോലും കണ്ടപ്പോ നീ നാട് മറന്നില്ലടി മീസയും കാരക്കോലും കണ്ടപ്പോ നീ നാട് മറന്നില്ലടി കള്ളുമടി നേരത്തിന് പാപ്പാന് ചാപ്പലടി കപ്പയും കള്ളുമടി നേരത്തിന് പാപ്പാന് ചാപ്പലടി ആനയെ കെട്ടിയാലും പൊന്നമനി പാപ്പാനെ കെട്ടല്ലടി ആനയെ കെട്ടിയാലും പൊന്നമനി പാപ്പാനെ കെട്ടല്ലടി ചാപ്പുള്ളയാണേലും പെറ്റ പെണ്ണ് അമ്മച്ചി തന്നെയാടി ചാപ്പുള്ളയാണേലും പെറ്റ പെണ്ണ് അമ്മച്ചി തന്നെയാടി പെണ്ണു പിഴച്ചു പോയാൽ പൊന്നമ്മേ ജന്മം നുലഞ്ഞതടി പെണ്ണു പിഴച്ചു പോയാൽ പൊന്നമ്മേ ജന്മം നുലഞ്ഞതടി കണ്ടൊരും കേട്ടവരും കയ്യിൽ കിട്ടിയ തട്ടി കളിക്കുമേടി കണ്ടൊരും കേട്ടവരും കയ്യിൽ കിട്ടിയ തട്ടി കളിക്കുമേടി മറയ്ക്കൊരു ചെറുവരിൽ വേണമടി ആനയുടെ കൂടെ പോകും പാപ്പാന് കാലമുണ്ടാസമില്ല ആനയുടെ കൂടെ പോകും പാപ്പാന് കാലമുണ്ടാസമില്ല കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരുന്ന പാപ്പാനെ കാണില്ലടി കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരുന്ന പാപ്പാനെ കാണില്ലടി പഞ്ചാരക്കുട്ടിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി പഞ്ചാരക്കുട്ടിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി ആരു മനസ്സിലടി പൊന്നമ്മേ വേലയെറിഞ്ഞല്ലടി ആരു മനസ്സിലടി പൊന്നമ്മേ വേലയെറിഞ്ഞല്ലടി നേരം പൊക്കാണേലും പിന്നെ പിന്നെ കാര്യത്തിലാകുമടി നേരം പൊക്കാണേലും പിന്നെ പിന്നെ കാര്യത്തിലാകുമടി ഒരു നന്ദി പറയുന്ന കർത്തവ്യമാണ് സംഗീത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെയധികം നന്ദി കൂടുതൽ പറയേണ്ടത് ഈ കലാകാരന്മാർക്കാണ്. അവർ അവരുടെ വീട്ടിലെ വിഷുവിൻ്റെ ഇന്നത്തെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സംഗീത് ചെറുപ്പം മുതലേ ഞങ്ങൾ കൂട്ടുകാരാണ്. സ്കൂളിൽ വെച്ചായാലും പഠിക്കുമ്പോഴായാലും ഓരോരുത്തരും സഹായിക്കണമെന്നുള്ള ഒരു മനോഭാവമാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇൻ്റർവെല്ലിന് ഒരു ഉണ്ടംപൊരി മേടിക്കാനായാലും സംഗീത് അന്നൊന്നും നമ്മുടെ വീടുകളിലൊന്നും ഭക്ഷണം കഴിക്കാനുള്ള പങ്കപ്പാടാണ്.
അതിന് വരെ കൂട്ടുനിന്നു. ഇവിടെ ഫുട്ബോൾ കളി മുതൽ എല്ലാത്തിനും മുന്നിൽ നിന്ന് നിൽക്കുന്നത് സംഗീതമാണ്. ഇപ്പോഴും സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ ഗൾഫിലുള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾ കൂട്ടുകാരല്ലാണ്ട് ഒന്ന് പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. ഞാൻ നാട്ടിലെത്തിയാൽ ഇവിടെ എന്ത് സംഭവം നടക്കുന്നുണ്ടെങ്കിലും എന്നോട് ആലോചിച്ചിട്ടാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇവിടെ ഫുട്ബോൾ കളി നടത്തി, ഓണം കളി, പല പരിപാടികളും നടത്തിയ ഇവിടെ അമ്പലത്തിൻ്റെ കാര്യമായാലും സംഗീതമാണ് മുന്നിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുട്ടികൾക്ക് ദൈവത്തിൻ്റെ കൈകൾ തന്ന സംഗീതിന് ഏറ്റവും ആദ്യം സംഗീതിന് 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ സത്യം പറഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ അറിയപ്പെടുന്നുള്ളൂ. ഗൾഫ് രാജ്യങ്ങൾ, ദുബായ് മുതൽ അവിടുന്ന് വരെ എൻ്റെ കൂട്ടുകാർ വിളിച്ചു, ഈ സംഗീതം എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ദുബായിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സംഗീത. അപ്പോഴാണ് എന്നോട് പറഞ്ഞു മാളയില വീട്. പറഞ്ഞും പിടിച്ചും വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതെൻ്റെ അടുത്ത് തന്നെ വീട്, അതിലൊക്കെയാണ്. അങ്ങനെ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കൈകളെ കൊണ്ട് നിറഞ്ഞ് ഇനിയും ഉണ്ടാവണ ഓരോ കുഞ്ഞു മക്കൾക്കും അനുഗ്രഹമായി തീരട്ടെ. അതിന് 1000 നന്ദി സംഗീതത്തിന് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കലാകാരന്മാർ അവരെ വീട്ടിൽ നിന്ന് വിഷുവിൻ്റെ വളരെയധികം പരിപാടികളും വിരുന്നുകാരൊക്കെ എത്തിയിട്ടാണ് അവരതൊക്കെ ഒഴിച്ചു കൂട്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ വന്നിക്കുന്നത്. അവർക്ക് 1000 നന്ദി. അതോടൊപ്പം തന്നെ സംഗീതത്തിന് എന്നും എന്തിനും നമ്മുടെ ഒരു മാനേജർ ഉണ്ട് കൂടെ. അതൊന്നും നമ്മൾ കാണില്ല. ഇതിൻ്റെ പുറകിലുള്ള ഒരു ഉറക്കമൊഴിച്ചും ഇത് മാനേജർക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. സംഗീതത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയാം. നമ്മളെ തന്നെ ഒരാൾ ഫോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അതവിടെ വെച്ചു പിറ്റേ ദിവസം എടുക്കില്ല. നമ്മൾ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ വിളിച്ച ഒഴിവില്ലെങ്കിലും എപ്പോഴായാലും അത് തിരിച്ചു വിളിച്ചിരിക്കും. അതാണ് സംഗീത ഡോക്ടർ ഒരു ഞാൻ വിളിക്കുമ്പോൾ ചോദിക്കുക തിരക്കിലാണോ, കാരണം വരുന്നത് ഈ നേരത്ത്, പോണത് ഇത് തന്നെ. ആ മനുഷ്യനെ നമ്മൾ എനിക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് പരിപാടി നടക്കായാലും സംഗീതം എന്നോട് ആലോചിക്കും ചെയ്യാം, നമുക്ക് ഇങ്ങനെ പരിപാടി ഉണ്ട്, ഇത് പരിപാടി. അപ്പം നമ്മൾ കൂടെ നിൽക്കണ ചെറുപ്പം മുതലേ കൂടെ നിൽക്കുന്ന ഒരാളാണ്, സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ. അതിപ്പോഴും ആത്മാർത്ഥമായിട്ട് തീർന്നോണം. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഡാൻസ് കളിച്ച കൂട്ടുകാരന്മാർ, അതുപോലെ നമ്മുടെ നാടിനു വേണ്ടി സംഗീത ഈ പരിപാടി ഇതിന് ചുരുക്കത്തിൽ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.